ലക്ഷം ദൂത സേവിതരിതാ, ലക്ഷോപലക്ഷം ദൂത സേവിതരിതാ. യോഹന്നാൻ വെളിപ്പാടി കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ, തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി, ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി. രാജാധിരാജനം സുതരിൽ നിന്നുക പുറപ്പെടുന്നിതാ വാനിൽ വാനിൽ അതിഗംഭീരമായി, വാനിൽ വാനിൽ അതിഗംഭീരമായി. മണ്ണിലുറങ്ങുന്നതാം മൃഗർ മൃഗർ, മണ്ണിലുറങ്ങുന്നതാം മൃഗർ മൃഗർ. ഇനി മുഹൂർത്തത്തിൽ ഉയർത്തെഴുന്നതി പ്രസന്നവദനരായി, ശീഘ്രം ശീഘ്രം അതിസംബോധരായി, ശീഘ്രം ശീഘ്രം അതിസംബോധരായി. തന്നെ നോക്കി പാർത്തിടും ജനം ജനം, തന്നെ നോക്കി പാർത്തിടും ജനം ജനം. കാഹളധ്വനി കേൾക്കും മാത്രയിൽ വാനിൽ പോകുമേ, മോദാൽ മോദാൽ വാനിൽ പോകുമേ, മോദാൽ മോദാൽ വാനിൽ പോകുമേ. ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി, ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി. കേട്ടിട്ടാശ്വാസം ലഭിക്കുവാൻ ചെവി കൊതിക്കുന്നു ഉഗ്രമായി, കേൾപ്പാൻ കേൾപ്പാൻ കൊതിക്കുന്നു ഉഗ്രമായി, കേൾപ്പാൻ കേൾപ്പാൻ കൊതിക്കുന്നു ഉഗ്രമായി. ലക്ഷോപലക്ഷം ദൂത സേവിതരിതാ, ലക്ഷോപലക്ഷം ദൂത സേവിതരിതാ. യോഹന്നാൻ വെളിപ്പാടി കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. ലക്ഷോപലക്ഷം ദൂത സേവിതരിതാ, ലക്ഷോപലക്ഷം ദൂത സേവിതരിതാ. യോഹന്നാൻ വെളിപ്പാടി കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിക്കുവാനാണ്. അത് പ്രത്യേകം ധ്യാന വിഷയമാക്കാൻ കാരണം സത്യവചനം ധാരാളം കിട്ടുന്നൊരു രംഗത്താണ് നാം വന്നിരിക്കുന്നത്. എന്നാൽ ഈ സത്യവചനം നമുക്ക് കിട്ടുന്നുവെങ്കിലും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു, വളരെ ഞെട്ടലോടെയാണ് വാസ്തവത്തിൽ വചനം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യം. വചനം, ദൈവത്തിന് സ്തോത്രം. ദൈവവചനം, അതിൻ്റെ ശക്തിയും സാധ്യതകളും സ്വാധീനവും, അതാണ് നമ്മുടെ ധ്യാന വിഷയം. ആദ്യം നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 119 62 140.
വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വലിയ നമ്മൾ നിധി കണ്ടുകിട്ടുന്നത് പോലെ ഒരു പറമ്പ് കിളച്ച് ചെല്ലുമ്പോഴേക്കും ഒരു കുടത്തിനകത്ത് കുറേ സ്വർണമോ പൊന്നോ വെള്ളിയോ രത്നങ്ങളോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ആ വിലയേറിയ വസ്തു എന്താണ്? ആ ദൈവത്തിന്റെ വചനമാണ്. അതിൽ ഞാൻ പ്രമോദിക്കുന്നു, അതിൽ ഞാൻ ആനന്ദിക്കുന്നു. 140 വായിച്ചേ. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയന് അത് പ്രിയമാകുന്നു. ദൈവത്തിന് എല്ലാവരും വളരെ കരുതലോടെ ഇത്രമാത്രം സത്യവചനത്തിന് മുമ്പിൽ വരുന്ന ദൈവമക്കൾ വളരെ ഞെട്ടലോടെ മനസ്സിലാക്കണം, ഞാൻ എവിടെയാ വന്നിരിക്കുന്നത്. അതും ആലോചിച്ചല്ലേ ഇരിക്കുന്നത്. ഈ വചനം ഒന്നുകിൽ അനുഗ്രഹമാണ് അല്ലെങ്കിൽ ശാപമാണ്. അതാണ് ആവർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. വായിച്ച ആവർത്തന പുസ്തകം 30:1 നോക്കി. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായി വചനങ്ങളൊക്കെ. എല്ലാവരും കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന അടുത്ത വാക്കെന്താ? അനുഗ്രഹവും ശാപവുമായി വചനങ്ങളൊക്കെയും. ഒന്നുകിൽ നിങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വന്ന് ഈ വചനം കേട്ടു, ഒന്നുകിൽ അനുഗ്രഹം അല്ലെങ്കിൽ ശാപം. ഞാൻ എഴുതിക്കൊണ്ട് വന്നതല്ല. നിങ്ങൾ കേൾക്കുന്ന വചനമൊക്കെയും അതെങ്ങനെ കൈക്കൊള്ളുന്നു എന്ന്, അത് അനുഗ്രഹമായി തീരണമോ അതെയോ കേൾവി ശാപമായി തീരണമോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം അതിനകത്ത് വലിയൊരു നിധിയുണ്ട്. ഹല്ലേലൂയ. എന്താണ് കാരണം? അത് ഇത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നതാണ് എന്ന് പറയാൻ കാരണം എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും വായിച്ച് 1:1-14. എന്താണ് വചനം? ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ തേജസ്സേറിയ ദൈവത്തിന്റെ വചനമാകുന്ന ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ വചനം എന്ന് പറയുന്നത് അത് വെറും ശബ്ദ തരംഗങ്ങളോ അതല്ലെങ്കിൽ എഴുതി വച്ചിരിക്കുന്നതായ അക്ഷരങ്ങളോ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അത് തീയാണ്, അത് തേജസ്സേറിയ കർത്താവാണ്, അത് അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ ഒരു ഭയത്തോടെയാണ് നിങ്ങൾ കേൾക്കുന്നത്. വചനം കേൾക്കാൻ ഇരിക്കുന്നുവെങ്കിൽ വളരെ ഒരുക്കത്തോടു കൂടിയായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവായി യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാനാണ് വചനം. ഞാൻ വചനം ജഡമെടുത്താണ്. 14-ാമത്തെ വാക്യം വായിച്ചോ. വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്ന് കൃപയെ സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഓ, വചനമാകുന്ന കർത്താവായി യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇത് കൈകാര്യം ചെയ്യാൻ ഞാനാര്? ഞാൻ ഭയത്തോടും വാച്യാർത്ഥത്തിൽ വിറയലോടുകൂടിയാണ് നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കണം, ഞാൻ എന്തിൻ്റെ മുൻപാകെയാണ് വന്നിരിക്കുന്നത്? പ്രസംഗത്തിൻ്റെ മുൻപാകെ അല്ല, വാക്കുകളുടെ കസരത്തിൻ്റെ മുൻപാകെ അല്ല, അക്ഷരമാലകളുടെ മുമ്പാകെ അല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ചില ശബ്ദ തരംഗത്തിന്റെ ഭാഷയുടെ മാധുര്യമുള്ള അവതരണത്തിന്റെ മുൻപാകെ അല്ല, കടലാസിലെ ചില അക്ഷരങ്ങളുടെ മുൻപാകെ അല്ല വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു വലിയ അനുഭവം നിങ്ങൾക്ക് വേണം. എന്താണ് അത് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് പറയാൻ കാരണം ചില വാക്യങ്ങളൊന്ന് വായിച്ചേ. 2 തീമോത്തിയോസ് 3:16. എന്താണ് ഈ വചനം? ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം. നിങ്ങൾ എന്നെ അങ്ങ് മറക്ക്, ഞാൻ എഴുതിക്കൊണ്ടുവന്നൊന്നുമല്ല വായിക്കുന്നതും പറയുന്നതും. എന്താണ് ഈ വചനം? എന്തിന്റെ മുൻപാകെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? ഞെട്ടലോടെ കേൾക്കുക. വായിച്ചേ. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച്. ദൈവത്തിന് സ്തോത്രം. സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കുന്നതായ വചനം എന്താണ്? ദൈവശ്വാസീയമാണ്. എന്താ എൻ്റെ അർത്ഥം? ദൈവത്തിന്റെ ശ്വാസമാണ്. ഓൾ സ്ക്രിപ്ചർ ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്. ഗോഡ് ബ്രത്ത്. മനുഷ്യനെ ദൈവം ഉണ്ടാക്കി, മൂക്കിൽ ശ്വാസം ഊതി ജീവനുള്ള ദേഹിയായി തീർന്നു. മണ്ണാണ്, പക്ഷെ ആ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയായി. ദൈവമക്കളെ, അതേ ശ്വാസമാണ് നിങ്ങളെ ഇപ്പോൾ വന്നടിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പാപത്തിൽ മരിച്ച നിങ്ങളെ ജീവിപ്പിക്കുവാൻ ദൈവത്തിന്റെ ജീവനുള്ള ശ്വാസം നമ്മളുടെ മേൽ ഊതുന്ന ദൈവിക ശബ്ദ തരംഗങ്ങളാണ്
എന്നെ വന്ന് തലോടി പോകുന്നത്. ഒന്ന് ദൈവശ്വാസീയമാണ്, ദൈവ പ്രചോദിതമാണ്. ഏശയ്യ 34:16 എടുത്ത്, ജോൺ 6, യോഹന്നാൻ 6:63 എടുത്ത്, ഏശയ്യ 34:16. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. തുറന്നു വായിച്ചു. അവന്റെ വായല്ലോ കൽപ്പിച്ചത്. എല്ലാവരും കേട്ടോ? എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ഞെട്ടലോടെ ദൈവത്തിന്, അതുകൊണ്ട് മനുഷ്യനെ അങ്ങ് മറക്ക്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വചനം സി മാത്യു സാർ പറയുന്നതല്ല. നിങ്ങളിപ്പോൾ വായിച്ച്, യഹോവയുടെ വായല്ലോ സംസാരിക്കുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ എവിടെയാ വന്നിരിക്കുന്നത്? എല്ലാവരും ഒന്ന്, ഞാൻ എവിടെ വന്നിരിക്കുന്നു? ഈ കൂട്ടായ്മയുടെ പ്രാധാന്യം എന്താണ്? ഇവിടെ കുറെ അറിവൊന്നും പറയുന്നില്ല. എന്തുമാത്രം ഭയത്തോടും അരുമനാഥന്റെ തുളയ്ക്കപ്പെട്ട തിരുവിലായിൽ ഒളിച്ചുകൊണ്ടും യേശുവിന്റെ ക്രൂശിക്കപ്പെട്ട രൂപത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുമാണ് ഇത് പറയുന്നത്. കാരണം യഹോവയുടെ വായായിട്ട് പാവപ്പെട്ട അടിയന്റെ വായെടുത്ത് ഉപയോഗിക്കുന്ന സ്വർഗീയമായ നിമിഷമാണ്. ഞങ്ങൾക്കും ഉണ്ട് പേടി ദൈവമക്കളെ. യഹോവയുടെ വായല്ലോ സംസാരിക്കുന്നത്. ദൈവമേ, ദൈവത്തിന്റെ മഹത്വം, കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ വായ സംസാരിക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ? യോഹന്നാൻ 6:63, 1 കൊരിന്ത്യർ 1:18 വായിച്ച്, 6:63 വായിച്ച്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. കേട്ടോ നിങ്ങളെല്ലാവരും? ഹല്ലേലൂയ. ജീവൻ പ്രാപിക്കണ്ടേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാറ്റായിട്ട്, ശ്വാസമായിട്ട്, ദൈവത്തിന്റെ ജീവനായിട്ട് ഈ വചനത്തിലൂടെ വന്ന് നിങ്ങളെ തഴുകി തലോടി ജീവൻ തരികയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ. ആത്മാവും ജീവനുമാണ്, ദൈവശ്വാസീയമാണ്. യഹോവയുടെ വായാണ് സംസാരിക്കുന്നത്. ഈ ഒഴുകി വരുന്ന ശബ്ദം പരിശുദ്ധാത്മാവാണ്, അത് ജീവനാണ്. ദൈവത്തിന് സ്പിരിറ്റ് ആൻഡ് ലൈഫ്. ദൈവത്തിന് സ്തോത്രം. വായിച്ച് 1 കൊരിന്ത്യർ 1:18, 119 സങ്കീർത്തനം 89. 1 കൊരിന്ത്യർ 1:18. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും. ക്രൂശിന്റെ വചനം എന്താണ്? അടുത്ത വാക്യം വായിച്ച്. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ നിങ്ങളെ വന്ന് സ്പർശിക്കുന്നത്? ഇപ്പോൾ ക്രൂശിന്റെ വചനമാണ്. ഇവിടെ തത്വങ്ങളൊന്നും പറയുന്നില്ല, ചിരിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. വളരെ വ്യക്തമാണ്. പാവപ്പെട്ട അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഓരോ വാക്കിൽ കൂടിയും ചങ്ക് പൊട്ടി ഒഴുകിയതായ തങ്കച്ചോര നനഞ്ഞ വാക്കുകൾ ഒഴുകി വരണമേ. ഹല്ലേലൂയ. അത് എനിക്കും ബാധകമാണ്, അത് എനിക്കും ആശ്വാസമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് ദൈവശക്തിയാണെന്നാണ് പറഞ്ഞത്. ആർക്കാ? രക്ഷിക്കപ്പെടുന്നവർക്ക്, ഭയത്തോടും വിറയലോടും കൂടി കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ശക്തി വ്യാപരിക്കുകയാണ്. ക്ഷീണിതരായിരിക്കണ്ട. പലരും പറയാറില്ല, സാക്ഷ്യം പറയാറില്ലേ, സെക്കൻഡ് സാറ്റർഡേ വളരെ ക്ഷീണിച്ച് പോരാൻ പറ്റില്ല എന്നൊക്കെ ഓർത്താ ഇരുന്നത്. പക്ഷെ യോഗം കഴിഞ്ഞ് പോയപ്പോൾ ഉണർവായി, ചൈതന്യമായി. എന്താ കാരണം? ദൈവശക്തിയാണ്, ദൈവത്തിൻ്റെ ജീവനാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ശ്വാസമാണ്. ദൈവത്തിൻ്റെ വായ സംസാരിക്കുന്ന ശബ്ദത്തിന് മുമ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ ഒരു വാക്യം കൂടി വായിച്ച് 119:89 വായിച്ച്. 119:89 അവിടെ എന്താണെന്ന് പറഞ്ഞിരിക്കുന്ന വചനം? യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഒത്തിരി കാര്യങ്ങൾ വാസ്തവത്തിൽ മനസ്സിനകത്തേക്ക് വരുന്നുണ്ട്. സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട വചനമാണ്. ദി വേർഡ് ദാറ്റ് ഈസ് സെറ്റിൽഡ് ഇൻ ഹെവൻ. സ്വർഗത്തിന്റെ മുദ്ര പതിഞ്ഞ വചനമാണ്. കുഞ്ഞാടിന്റെ ശക്തി നിറഞ്ഞതായ വചനമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? 5 കൂട്ടം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. വചനത്തിന്റെ പ്രാധാന്യം എന്താണ്? എന്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? 1, ദൈവത്തിൻ്റെ ശബ്ദമാണ്, ദൈവത്തിൻ്റെ ശ്വാസമാണ്. 2, ദൈവത്തിൻ്റെ വായാണ് സംസാരിക്കുന്നത്, അതാണ് ഞാൻ കേൾക്കുന്നത്. 3, അത് ആത്മാവും ജീവനുമാണ്, എൻ്റെ മേൽ വന്ന് വീഴുന്ന വചനം. 4, അത് ദൈവശക്തിയാണ്. 5, അത് സ്വർഗത്തിൽ മുദ്ര കൂട്ടിയതായ ശബ്ദമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നാൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അത്ഭുതം നടക്കും. വീട്ടിലിരിക്കാൻ തോന്നുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ മുൻപാകെ നിങ്ങളുടെ രോഗികളെയും ഭാരത്തോടെ കഴിയുന്നവരെയും കൊടും പാപികളെയും മദ്യപാനികളെയൊക്കെ വിളിച്ചുകൊണ്ടുവരാൻ തോന്നും.
കാര്യം അവിടെ പ്രസംഗയോഗത്തിൻ്റെ മുമ്പിലല്ല വരുന്നത്, ദൈവശബ്ദത്തിൻ്റെ മുമ്പിലാണ്, യഹോവയുടെ വായ സംസാരിക്കുന്നതിന് മുമ്പിലാണ് വന്നിരിക്കുന്നത്. അത് പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയും. തെസ്സലോനിക്കർക്ക് എഴുതി 1-ാമത്തെ ലേഖനം എടുത്ത് 1 തെസ്സലോനിക്കർ 2:13, 1 തെസ്സലോനിക്കർ 2:13 വായിച്ച് 2:13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം പൗലോസ്ലിയാണ് പ്രസംഗിച്ചത്, പത്രോസ്ലിയാണ് പ്രസംഗിച്ചത്, തീമോത്തിയോസാണ് പ്രസംഗിച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ പ്രസംഗിച്ചത്. വലിയ ജ്ഞാനവും പണ്ഡിതന്മാരും ഒന്നും അല്ല. പത്രോസ്ലിയൊക്കെ എന്നാ പ്രത്യേകിച്ച് അറിയാവുന്നേ? മീൻ പിടിക്കാൻ അറിയാം. പക്ഷെ ഈ വചനം അത് ദൈവത്തിൻ്റെ ശബ്ദമായി നാവ് വിട്ടുകൊടുത്തു. ദൈവത്തിന് ആ കേൾക്കുന്ന വചനം 1 തെസ്സലോനിക്കർ 2:13 വായിച്ച്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. എങ്ങനെ കേട്ടു? മനുഷ്യന്റെ വചനമായിട്ടല്ല. അതാണ് എല്ലാവരും കേട്ടത്. പൗലോസ് എന്ത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, ഇത് കേൾക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യന് ഇവിടെ നിന്ന് കുറെ അറിവ് പറയുന്ന പോലെ അല്ല. ദൈവത്തിന് ഏതെങ്കിലും ഓഫീസ് ടേബിളിൽ ഇരുന്ന് റെഫറൻസ് ബുക്കുകളൊക്കെ വായിച്ചുകൊണ്ട് വന്ന് കുറെ പോയിന്റുകൾ നിരത്തി വെക്കുന്നതല്ല. ദൈവത്തിന് ഒന്നോടെ വായിച്ചത്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. ഇങ്ങനെ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. ഇത് ദൈവവചനമാണ് എന്ന് പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് കൈക്കൊണ്ടതിനാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. മനുഷ്യനെ അങ്ങ് മറക്കും. നിങ്ങൾ ഒരു പ്രത്യേകതയുമില്ല. എന്നേക്കാൾ എത്ര നല്ലവർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാകും. ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എന്നെ പരമേൽപ്പിച്ചു ഭയത്തോടും വിറയലോടും കൂടി എന്ന് പറയുന്നത് വാച്യാർത്ഥത്തിൽ ഞെട്ടലോടെ ഇത് പറയുകയാണ്. ദൈവത്തിൻ്റെ വായ് സംസാരിക്കുന്ന അടിയൻ്റെ നാവിലെടുക്കാൻ ഞാൻ ആരാണ്? ഏശയ്യാവിൻ്റെ അതിർത്തി തൊട്ട് തീക്കട്ടൊന്ന് തൊടിയിക്കണമേ എന്ന് ഉള്ളം തൊട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദൈവമക്കളെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ സത്യവചനമല്ലേ നമ്മളെ ഇത്രത്തോളം നടത്തിക്കൊണ്ട് വന്നത്. ദൈവത്തിന് സ്തോത്രം. സത്യവചനം ദൈവത്തിൻ്റെ വചനമായിരിക്കുന്നത് പോലെ നിങ്ങൾ ദൈവവചനമായി കൈക്കൊണ്ടതിനാൽ നിങ്ങൾക്ക് പ്രയോജനം ലഭിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ, ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു സെൽ മീറ്റിംഗ് നടത്തിയെന്ന് ഞാൻ പറയും. വീട്ടുകാരെയും സ്വന്തപ്പെട്ടവരെയും അയൽവാസികളെയും ഒക്കെ ഒന്ന് കൂട്ടി വരുത്തി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കൊർന്നല്യോസ് അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്ത് കൊള്ളാവുന്നിടത്തോളം ആളിലൊക്കെ വിളിച്ച് കൂട്ടി വരുത്തിയിട്ട് പത്രോസിയൊക്കെ ആൾ വിട്ടു. ഒന്ന് വന്ന് വചനം തരണം. ഈ ജനത്തോട് നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ദൈവത്തിൻ്റെ വചനം ഒന്ന് പറയണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, കൊർന്നല്യോസിൻ്റെ നിയോഗപ്രകാരമാണ് അപ്രകാരം ചെയ്തത്. പത്രോസിയ ആ ക്ഷണം സ്വീകരിച്ചു. കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ആളുകളെല്ലാം താല്പര്യത്തോടെ ഇരിക്കുന്നു. വന്ന വഴിയെ ആ കാൽക്കലങ്ങ് വീണ് വിനയത്തോടെ, ഞങ്ങൾ എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നറിയാമോ? ഞങ്ങൾ എന്ത് കേൾക്കാനും ഇവിടെ വന്നിരിക്കുന്നത്? പത്രോസ്ലിയുടെ വചനം കേൾക്കാറൊന്നും അല്ല. എന്താണ് വായിച്ചേ? അപ്പോസ്തലപ്രവൃത്തികൾ 10:33 വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തികൾ 10:33. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു. പത്രോസ്ലിയുടെ അടുക്കൽ കൊർന്നല്യോസ് ആളുകളെല്ലാം വീട്ടിൽ കൂട്ടിയിരുത്തിന് ശേഷം ആളെ വിട്ടു. നീ വന്നത് ഉപകാരം. പത്രോസ്ലിയായി, നീ വന്നത് ഉപകാരം. വന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. വായിച്ചു. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ. കർത്താവ് പത്രോസ്ലിയായോട് ഇവിടെ പറയാൻ വേണ്ടി കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു. ഹല്ലേലൂയ, വാക്കുകൾ നിങ്ങൾ കേട്ടോ ദൈവമക്കളെല്ലാവരും? ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന വാക്കുകളൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ, പത്രോസ്ലിയുടെ മുമ്പാകെ അല്ല. ഈ ഒരു കാഴ്ചപ്പാടും ഭയവും വിശ്വാസവും നമ്മുടെ കൂട്ടായ്മയിൽ ദൈവമക്കൾ ഉണ്ടെങ്കിൽ സകലരും തീ പിടിക്കും. വചനത്തിന് മുൻപാകെ ഭയത്തോടും വിറയലോടും കൂടി വരും. ഏത് ക്ഷീണവും ഏത് രോഗവും ഏത് പാപവുമായി വന്നവർ കത്ത് പിടിച്ചു കിടന്ന് എഴുന്നേറ്റ് പോകും. കാരണം ഇവിടെ ചില ദൈവമക്കൾക്കൊരു അറിവ് പറയാനല്ല, അവർ വെറുതെ ഒരുക്കമില്ലാണ്ടാണ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്കല്ല ദോഷം, ഞങ്ങൾക്കാ ദോഷം. കാരണം ഒരു തീയല്ല ഇത്. ദൈവത്തിന്റെ മഹത്വം. പത്രോസിയായ ആരാണ്? പൗലോസിയായ ആരാണ്? ഈ നിസാരനായ പാപിയായ ഞാൻ ആരാണ്? ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ 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 മാത്രമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ച് ശുദ്ധീകരിച്ച് ഇവിടെ പരമേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നുള്ളൊരു യോഗ്യത അല്ലാതെ വേറെ യാതൊന്നുമില്ല. അതിന് തക്കവണ്ണമുള്ള ഒഴുക്കം ഞാൻ ഒരുങ്ങിയേ മതിയാവുള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ,
അതുകൊണ്ട് വചനം കേൾക്കാനിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വായുടെ മുൻപാകെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഞങ്ങൾ ഇതാ ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്നു. എല്ലാം മറക്കുക. നിങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വചനമൊക്കെ കേൾക്കാനിരിക്കുമ്പോൾ എന്തുമാത്രം അശ്രദ്ധയും അലംഭാവവും എല്ലാം ഉണ്ട് എന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തമാശയായിട്ട് എടുക്കരുത്. അത് ദോഷമായിട്ട് വരും. നിങ്ങൾക്ക് അനുഗ്രഹമായി തീരേണ്ടത്, കാരണം അത് ഇരുവായുധത്തിലുള്ള വാളാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ വചനം കേൾക്കുമ്പോൾ ഉളവായി വരുന്ന സൽഫലങ്ങൾ എന്തെല്ലാമാണ്, വചനത്തിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്, ഈ വചനം ഏതെല്ലാം വിധത്തിലാണ് ക്രിയ ചെയ്യുന്നത്. ധാരാളം കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയെല്ലാമാണ് വചനത്തിൽ നിന്നല്ലേ പറഞ്ഞു തരുന്നത്, ബുദ്ധിയുടെ ആലോചനയിൽ നിന്നല്ലല്ലോ. എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ശ്വാസം കൽപ്പിച്ചിരിക്കുന്ന വചനത്തിൽ എന്താണ് ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് തരുന്നത്, അതിവിടെ നടക്കണം. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം വായിച്ച്, ഒന്നാമത്തെ കാര്യം ആദ്യത്തെ സൽഫലം എന്താണെന്നറിയാം, എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. റോമർ 10-ാം അധ്യായത്തിന്റെ 14-17 വായിച്ച്. എന്നാൽ അവർ വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആകയാൽ വിശ്വാസം കേൾവിയാലും, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന വിശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വിശ്വാസം ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ഉരുവിടുന്നത്, എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? ദൈവത്തിന് പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? 17-ാമത്തെ വാക്യം ഒന്നോടെ വായിച്ച്. എന്ത് വ്യക്തമായിട്ട് പറയുന്നു 17-ാമത്തെ വാക്യം. ആകയാൽ വിശ്വാസം കേൾവിയാലും, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ശരിയായിട്ടും ഒരു വിശ്വാസികളുടെ സമൂഹമാണ് കൂടി വന്നിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട്, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ചത്ത് ചീഞ്ഞു കിടക്കുന്നതിന് എഴുന്നേറ്റ് എന്നോടുകൂടി ഒന്നിച്ച് മേശയിലിരിക്കുന്ന അത്ഭുതം കാണണമോ? നിങ്ങൾക്കതിന് കഴിവില്ല. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടൊന്നുമല്ല. ജീവന്റെ ഉറവിടമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാവിൽ നിന്ന് അടർന്നു വരുന്ന, ഉതിർന്നു വരുന്ന ലാസറേ പുറത്തു വരിക. തീർന്നു. ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റ് നടന്നു വരികയാണ് ലാസർ. ദൈവത്തിന് ആ ശബ്ദത്തിന്റെ ശക്തിയും ജീവനും. യേശുക്രിസ്തു മരിച്ചു പോയിട്ടുണ്ടോ? ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനിൽ ഈ കാലത്തിന് ഏറ്റവും കൂടുതൽ ഉറപ്പിക്കുന്ന വാർദ്ധക്യത്തിലെ ഒരു ശക്തിയുണ്ട്. അന്ന് കല്ലറയുടെ വാതുക്കൾ നിന്ന് ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ അതേ കർത്താവ് ശക്തിക്ക് ഒരു കുറവുമില്ലാതെ നമ്മുടെ മധ്യത്തിൽ നിന്ന് തേജസ്സോടെ പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ശബ്ദം ജീവൻ തരുന്ന ശബ്ദമാണ്. അതെന്റെ വാക്കുകളല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയത്തോടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. ഇന്ന് മരിച്ചവരായി ആരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എഫേസർ 1-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ച്. എഫേസർക്ക് ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യവും ലൂക്കോസ് 1-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യവും. അവനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം. ദൈവത്തിന്റെ സ്തോത്രം. ഈ സത്യവചനമാണ് സുവിശേഷം. ഈ സുവിശേഷം ജീവനാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ സുവിശേഷം, ഈ സത്യവചനം ഗബ്രിയേൽ മാലാഖ കന്യമറിയാനോട് അരുളി ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, പിടികിട്ടുന്നില്ല. അതിനെന്താണ് മാർഗം? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഗബ്രിയേൽ പറയുന്നു, ദൈവം പരമേൽപ്പിച്ച ശബ്ദം ഗബ്രിയേൽ കൂടി കന്യമറിയാവിന് പകർന്നു കൊടുക്കുകയാണ്. അതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവാണ് ശബ്ദതരംഗമായി നിന്നെ വന്ന് ഇപ്പോൾ സന്ധിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ദൈവത്തിന് സ്തോത്രം. എന്താ ചെയ്യേണ്ടത്? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. നിന്റെ വചനം അത് ശക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് അവിശ്വാസമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവറിയിൽ രക്തം വാർന്നൊലിച്ചു കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഉയർത്തുകയാണ്.
ദൈവത്തിന്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ആ തുറക്കപ്പെട്ട തിരുവലയിൽ കൂടി രക്തം ജീവനായി നിങ്ങളുടെ മധ്യത്തിലേക്ക് വചനമായി ഒഴുകിയിരിക്കുകയാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആ വചനം തീയാണ്. ആ വചനം വിശ്വാസം നിങ്ങൾക്ക് തരുന്നതാണ്. അവിശ്വാസിയായി നശിക്കാതെ വിശ്വാസ വീരന്മാരായി മുന്നേറുക ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സഭ എന്ന് പറയുന്നത് എന്താണ്? കൂട്ടായ്മ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. വിശ്വസിച്ചവർ സഭയോട് ചേർന്നു വിശ്വസിച്ചാൽ രക്ഷ പ്രാപിച്ചവർ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചവരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. അവിശ്വാസികൾ ആരും ദുഷ്ടഹൃദയമുള്ളവരായി നമ്മുടെ കൂട്ടത്തിൽ നശിക്കാൻ ഇടവരരുത്. ഇത്രമാത്രം തീക്കെടുത്ത് ദൈവത്തിന്റെ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ വചനത്തിന് മുൻപാകെ വന്ന ദൈവമക്കൾ നരകത്തിന്റെ തീയിൽ കത്തി ദഹിച്ച് ചാമ്പലാകി ഒരിക്കലും ചാകാത്ത ആ വേദന അനുഭവിക്കാനായിട്ട് ഇടവരരുത്. ഒന്നാമത്തെ വചനം ആദ്യം നൽകുന്ന സൽഫലം, പ്രധാനപ്പെട്ട സൽഫലം, വചനം വിശ്വാസം ഉളവാക്കി തരുന്നു. ഇന്ന് നിങ്ങൾക്കത് കിട്ടണം. രണ്ടാമത്തെ കാര്യം എന്താണ്? യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിന് 18-ാമത്തെ വാക്യം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിന് 18-ാമത്തെ വാക്യത്തിൽ വചനം എന്നുള്ള വാക്ക് നിങ്ങൾ കാണാം. അതിൽ നിന്ന് കേൾവിക്കാർക്ക് ലഭിക്കുന്ന എന്താണ്? നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദിഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. കേട്ടോ നിങ്ങളെല്ലാവരും? ഹല്ലേലൂയ. സത്യത്തിന്റെ വചനത്താൽ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. സത്യവചനം വീണ്ടും ജന്മം നൽകുന്നു. സത്യവചനം പുതുജീവൻ നൽകുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, വചനത്തിന് ജീവനുണ്ട്. വചനം വിത്താണ്. വേദപുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. വചനം അത് വിത്തായിട്ട് വെതറുകയാണ്. അത് വീണ് കിട്ടിയാൽ ജീവനാണ്. ദൈവമക്കളെ, ഞാൻ ഇത്രയും നിങ്ങളോട് വ്യക്തമായി പറഞ്ഞില്ലേ? ഹൃദയം ഒന്ന് തുറന്നിരിക്കാമോ മക്കളെ? ഹൃദയം ഒന്ന് തുറന്നിരിക്കാമോ? ഈ വിത്ത് എവിടെയെങ്കിലും വീഴല്ലേ? പാറപ്പുറത്ത് വീഴല്ലേ? വഴിയരികിൽ വീഴല്ലേ? മുള്ളിനിടയിൽ വീഴല്ലേ? ഒന്ന് ഹൃദയം ഇളക്കി മറിച്ച് നിങ്ങൾ കൂട്ടായ്മയ്ക്ക് വരണം. നിങ്ങൾ നിർദ്ദേശിക്കുന്ന പോലെ അല്ല. കൂട്ടായ്മയുടെ മുഖച്ഛായ മാറും, പ്രകൃതി മാറും. ദൈവത്തിന് സ്തോത്രം. ആളുകളുടെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ സ്വഭാവം മാറും. കാരണം തീക്കെടുത്ത് വചനം ആളുകളെ തീ പിടിപ്പിക്കുന്നു, വീണ്ടും ജന്മത്തിലേക്ക് നയിക്കുന്നു. വചനം വിത്താണ്. വിത്തിന്റെ പ്രത്യേകത എന്താ? അതിനകത്തൊരു ജീവൻ. പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം എടുത്ത്. പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. കേട്ടോ, നിങ്ങൾ എല്ലാവരും അത് എന്റെ ഉള്ളൊക്കെ ത്രസിക്കുകയാണ്. എന്ത് വചനത്തിന് മുമ്പാകെ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്? ഒന്നുകൂടെ വായിച്ചത്. ഏത് വചനത്തിന് മുൻപാകെ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. ആ വചനത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, വചനം വിശ്വാസം തരുന്നു. വിശ്വാസത്തോടെ നിങ്ങളൊന്ന് കേട്ട ഈ വചനം സത്യമാണ്. ബോധ്യത്തോടെ നിങ്ങളൊന്ന് കേട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? മരിച്ചവർക്ക് ജീവൻ. ഇന്ന് ഈ വചനം ഇവിടെ നിന്ന് കേൾക്കുന്ന, ലോകത്തിന്റെ വൻകരകളിൽ നിന്ന് കേൾക്കുന്നു. പാപത്തിൽ മരിച്ച ദൈവമക്കൾ, അവിശ്വാസത്തിൽ ദുഷ്ടഹൃദയത്തിൽ ചത്തുപോയ ദൈവമക്കൾ, ഇന്ന് ജീവൻ പ്രാപിക്കാതെ ഒരൊറ്റ വ്യക്തിയും പോകരുത്. ഈ വചനം നിങ്ങളുടെ ചെവിയിലല്ല, നിങ്ങളുടെ ചങ്കിനകത്തേക്ക് പ്രവേശിക്കാൻ തക്കോണം വാതിലുകളെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുക. നന്ദിയോടെ സ്തോത്രം. ഈ വിത്ത് വന്ന് വീഴട്ടെ. ഈ വിത്തിന്റെ പ്രത്യേകത എന്താ? ഒന്ന് വായിച്ചേ. കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. ദൈവത്തിന് ഇതൊരു വിത്താണ്. അത് ജീവനുള്ളതും കെടാത്തതുമായിരിക്കുന്ന ജീവനുള്ള വിത്താണ്. കിട്ടിയകത്ത് ഹല്ലേലൂയ. ഹൃദയം തുറന്നോ? യാക്കോബ് ശ്ലീഹ പറയും, ഉൾനട്ടതായ വചനം. ദൈവമക്കളെ, മണ്ണ ഇളക്കി കണ്ണുനീര് കൊണ്ട് കുതിർത്ത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ വചനത്തിലുണ്ട് കണ്ണുനീര്. നിങ്ങൾ വിശ്വസിച്ചു? ഈ ഒഴുകി വരുന്ന വചനത്തിലുണ്ട് കണ്ണുനീര്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ വായല്ലോ സംസാരിക്കുന്നത്. ഇത് ദൈവശക്തിയല്ലോ ഒഴുകി വരുന്നത്. ഹല്ലേലൂയ. ഇത് ഒരു ബീജമാണ്. ഇതൊരു വിത്താണ്. വിത്തിന്റെ പ്രത്യേകത എന്താ? അതിനകത്ത് എന്തുണ്ട്? ഒരു ജീവനുണ്ട്. ഗോതമ്പ് മണി നിലത്ത് വീണ് അത് മുളച്ചു വരുന്നു. അതിനകത്തൊരു ജീവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ദൈവമക്കളെ, മുട്ട, കോഴിമുട്ട ആയിക്കോട്ടെ, നിങ്ങൾക്ക് പരിചയമുണ്ട്. ആ മുട്ട നിങ്ങളുടെ വീട്ടിൽ ഒരു പെട മാത്രമേ ഉള്ളൂ. മുട്ട ധാരാളം മുട്ടയുണ്ട്.
അപ്പോൾ ഒത്തിരി മുട്ട വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് തീരുമാനിച്ചു, ഒത്തിരി മുട്ടയുണ്ട്, ഇതെല്ലാം കൂടി ഇരുന്ന് തന്നെ അത് അടവയ്ക്കാം. നോക്കിയപ്പോഴേക്കും ആ പെടക്കോഴി കുറേ മുട്ടയിട്ടതിന് ശേഷം ഇപ്പോൾ പൊരുന്നിയിരിക്കുക. മുട്ടയെല്ലാം കൂടെ വെച്ചു. തള്ളക്കോഴി പെടക്കോഴി അതിൻ്റെ മേളിൽ വന്നിരുന്നു. 10-21 ദിവസം ഇരുന്നു. ഒരനക്കവും ഇല്ല. പയ്യെ പൊക്കി നോക്കി, അനക്കയില്ല. പിന്നെ നോക്കി, അനക്കയില്ല. കുറേ കഴിഞ്ഞപ്പോഴേക്കും മുട്ട പയ്യെ കറുത്ത് തുടങ്ങി, ചീഞ്ഞ് പൊട്ടി തുടങ്ങി. ഒരെണ്ണത്തിൽ നിന്ന് പോലും ഒരു കുഞ്ഞ് പോലും പുറത്ത് വന്നില്ല. കാരണം എന്താ? അവിടെ പൂവൻകോഴി ഉണ്ടായിരുന്നില്ല. പൂവൻ തൊട്ടതല്ല ഈ മുട്ടകൾ. പൂവൻ തൊട്ടതല്ല, അതിനകത്ത് ജീവനില്ല. കാഴ്ചയിലൊക്കെ ശരിയാണ്. ഒന്ന് ഞെട്ടലോടെ കേൾക്കണം കേട്ടോ. കാഴ്ചയിലൊക്കെ ശരിയാണ്, പക്ഷെ എല്ലാം ചീഞ്ഞു പോയി. എന്നാൽ വേറൊരിടത്ത് പൂവൻകോഴിയുണ്ട്, പെടക്കോഴിയുണ്ട്, എല്ലാം കൂടി ഉണ്ട്. അവിടെ മുട്ട ഇതുപോലെ വരുന്നേക്ക് വെച്ചു. 21 ദിവസം നല്ല സുന്ദരൻ അത് വിരിഞ്ഞ് ഈ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം പരുപരുന്ന് ഓടി നടക്കുന്നു. കാരണം പൂവൻ തൊട്ടതാണ്. കൂട്ടായ്മയിൽ വരുമ്പോൾ എല്ലാവരും ഒരുപോലെയൊക്കെ തോന്നും കേട്ടോ. എല്ലാവരും ഒരുപോലെയാന്ന് തോന്നും. എല്ലാവരുടെ കയ്യിൽ വേദപുസ്തകമുണ്ട്, എല്ലാവരും ഭക്തിയുടെ വേഷമൊക്കെ ഉണ്ട്, വീടുകളെല്ലാം കയറുന്നുണ്ട്. ഒരു ദിവസം തെളിയും അകത്തൊരു ജീവനുണ്ടോ ഇല്ലെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യമില്ല. ഒരു ദിവസം തെളിഞ്ഞു വരും, ജീവനുണ്ടോ. എന്നിട്ട് പിന്നെ തെളിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ നമുക്ക് വാദിക്കാം, ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയാം, ഇവരുടെ ആരുടെയും നേരെ വിരൽ ചൂണ്ടാം, എന്തും വിമർശിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ആർക്കും എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. കേൾക്കുന്ന കരുത്തനായ ശക്തനായ ദൈവത്തിന് ഒരാത്മാവുണ്ട്. ഞങ്ങളും ഭയത്തോടെയാണ് നിൽക്കുന്നത്, ഓൾറൈറ്റായിട്ടൊന്നുമല്ല. കണ്ണുനീരോടെ അരുമനാഥൻ്റെ കാൽപാദം കെട്ടിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, ഈ പ്രസംഗിക്കുന്ന പോലെ ഒന്ന് ജീവിക്കുന്ന പോലെ ഒന്ന് പ്രസംഗിക്കണമെന്ന് ഉള്ളത്തിൻ്റെ ഉള്ളം തൊട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കും. നിങ്ങളും പ്രാർത്ഥിക്കണം. ഏതെങ്കിലും വ്യാജം വെച്ചുകൊണ്ട് ദൈവമക്കളെ ഈ ആത്മീയം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരെക്കാൾ കൂടുതൽ ശാപം ഞങ്ങൾക്കില്ലേ? തെറ്റുകളുണ്ടെങ്കിൽ വിനയത്തോടെ പറഞ്ഞത് ഞങ്ങൾ തികഞ്ഞവരാണ്. തിരുത്താനുള്ളതായ സ്നേഹത്തിൻ്റെ ശബ്ദം ഞങ്ങളോടൊന്ന് തിരുത്താൻ വേണ്ടി പറയുക ദൈവമക്കളെ. എന്തും തിരുത്തിക്കൊള്ളാം, ഏത് വ്യക്തിയുടെയും കാൽക്കൽ വീണുകൊള്ളാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. പൊത്തുകൊടുത്ത് ആത്മീയമായിട്ട് മുന്നോട്ട് പോകണം നല്ല ആഗ്രഹം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. അത് പുതുജീവൻ നൽകുകയാണ്. പാവപ്പെട്ട അടിയങ്ങളാകുന്ന ഈ നിസാരന്മാരുടെ ഈ കഴുതപ്പുറത്ത് വാഹനമേറി കർത്താവ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരുണ്ട്, സാക്ഷ്യം പറയുന്നവരുണ്ട്, വചനം പറയുന്നവരുണ്ട്, അവിടുത്തെ വേല ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും കഴുതകളെ പോലെ കർത്താവായി യേശുവിനെ വഹിച്ചുകൊണ്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവൻ നഗരത്തിൽ കടന്നപ്പോൾ നഗരം ഇളകി. മനുഷ്യന്റെ ഹൃദയങ്ങൾ ഇളകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. പേരിന് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഒന്നുമല്ല. ആരും എന്തെല്ലാം വേണമെങ്കിലും നിരൂപണങ്ങൾ നടത്തട്ടെ, കുറ്റം വിധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടത്തിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എന്താണത്? വേറെ ഒന്നുമല്ല, മനുഷ്യന്റെയും ദൈവത്തിൻ്റെയും മുമ്പിൽ കുറ്റമില്ലാത്തൊരു മനസാക്ഷി കാത്തു സൂക്ഷിക്കാൻ ദൈവം കൃപ തരണം. ദൈവത്തിന് സാധിക്കില്ലേ? പണം ചോദിക്കുന്നില്ലല്ലോ, ആരോഗ്യം ചോദിക്കുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ ദീർഘായുസൊന്നും ചോദിക്കുന്നില്ലല്ലോ, ഇനി വേറെ വലിപ്പവും ജീവിതസുഖവും ചോദിക്കുന്നില്ല. ഒരേ ഒരു കാര്യം മാത്രം. ഹല്ലേലൂയ. ദൈവം പ്രസാദിക്കുന്ന ഒരാളത്വത്തിൻ്റെ ഉടമയായി മുന്നോട്ട് പോകണം. പറയുന്ന പോലെ ഒന്ന് ജീവിക്കണം, ജീവിക്കുന്ന പോലെ ഒന്ന് പറയണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മാത്രം നിയന്ത്രിക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദം ദൈവത്തിൻ്റെതായിരിക്കുന്ന നാവായിട്ട് ആത്മാവിൽ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഇടവരും. ദൈവമക്കളെ, പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഉണങ്ങിയ അസ്ഥികൾ ഇങ്ങനെ താഴ്വരയിലേക്ക് ഒന്നുകൂടി കിടക്കുകയാണ്. മനുഷ്യന്റെ അസ്ഥികളാണ്. മനുഷ്യനായിരുന്നു, രോഗം വന്നു, രോഗം മൂർച്ഛിച്ചു, ചത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചീഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇറച്ചിയും എല്ലും തമ്മിൽ വേർപെട്ടു. ആ എല്ലെല്ലാം കൂടെ ചിതറിക്കിടക്കുന്നു. അതെല്ലാം കൂടെ ഉണങ്ങി, ഒരു വലിയ കൂട്ടം ഉണങ്ങി വരേണ്ടതായ അസ്ഥികൾ. യഹോവയുടെ പുസ്തകം 37-ാം അധ്യായത്തിൽ താഴ്വരയിൽ ഇങ്ങനെ അവിടെ ഇവിടെയും ചിന്നിച്ചീറിയും കൂമ്പാരമായിട്ടും കിടക്കുകയാണ്. യഹോവയായ ദൈവം പറഞ്ഞു പ്രവാചകനോട്, അസ്ഥികളോട് പ്രവചിക്കാം. മണ്ടത്തരത്തിന്റെ മണ്ടത്തരമല്ലേ? യുക്തി ഏതെങ്കിലും ഉള്ള വ്യക്തിയാണെങ്കിൽ അനുസരിക്കോ? പ്രവാചകനെ നടന്ന് എന്ന് വെച്ച് നോക്കിയപ്പോൾ ഉണങ്ങി വരണ്ട് ചിന്നിച്ചിതറി ജീവന്റെ കണിക പോലുമില്ലാത്ത അസ്ഥികളുടെ മുമ്പിൽ, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ ശബ്ദം കേൾപ്പീൻ. എന്താ ഇത്?
ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ ശബ്ദം കേൾപ്പീൻ. അനക്കം തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. സൈന്യമായി എഴുന്നേറ്റ് നിന്നു. ഈ ശക്തിയാണ് നമ്മുടെ കൂട്ടായ്മയിൽ വാനത്തിലൂടെ വരേണ്ടത്. എത്രമാത്രം ചത്തി ചീഞ്ഞ് ഉണങ്ങി വരണ്ടു ജീവന്റെ കണിക പോലും ഇല്ലാത്തവര്. കാൽവറിയിലെ ശക്തി ഇന്ന് അനേക മത്സരിച്ചും മറുതലിച്ചും ചിന്താക്കുഴപ്പത്തിലും പോയാരെ മാടി വിളിക്കുകയാണ്. കാരണം ഒരാത്മാവ് ശക്തിയോടെ നമ്മളെ നടത്തുന്നു. കാൽവറിയിലെ കുഞ്ഞാടിന്റെ രക്തമാണ് ഇവിടെ ഗുണകരമായി സംസാരിക്കുന്നത്. ആ രക്തമാണ് നിങ്ങളെ മാടി വിളിക്കുന്നത്. നന്ദിയോടെ സ്തോത്രം. 1, വിശ്വാസം തരുന്നു. 2, പുതുജീവൻ തരുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ജീവൻ മാത്രം പോരല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ ജീവൻ കിട്ടിയ ദൈവമക്കൾ അങ്ങനെ നിന്നാ മതിയോ? വളരണ്ടേ? ദൈവത്തിന് സ്തോത്രം. വിശ്വാസം കിട്ടി. വിശ്വാസം ജീവനിലേക്ക് നയിച്ചു. ജീവൻ പിന്നെ എന്തായിട്ട് വരണം? ക്രിസ്തുവാകുന്ന തലയോളം വളരണം, പുഷ്ടി പ്രാപിക്കണം. അതിനെന്ത് വേണം? അതിനും വേണം വചനം. 1 പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പത്രോസ്ലിഹായുടെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്, ഈ ജീവൻ കിട്ടിയതായ ദൈവമക്കൾ എല്ലാ വ്യാജഭാവവും പാപവും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ, ഈ വചനം കേട്ട് ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ, അടുത്ത വാക്ക് കേട്ടെ, രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പാല് നിങ്ങൾക്ക് ഇപ്പോൾ നിറപടിയായി ഇങ്ങനെ പകർന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. മോന്തി കുടിക്കുന്ന ഈ മക്കളെ. ഹല്ലേലൂയ. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പീൻ. ഞങ്ങൾക്ക് ഒരേ ഒരു വാക്ക് മാത്രമേ പറയാനായിട്ടുള്ളൂ. വചനം ജഡമെടുത്ത് മനുഷ്യവർഗത്തിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് കാൽവറിയിലെ ജീവരക്തം ഊറ്റിത്തന്ന് പടഞ്ഞു കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തു ക്രൂശിലൊരുക്കിയ രക്ഷയുടെ മർമ്മം. അതിനോട് ചേർക്കാനുമില്ല, അതിൽ നിന്ന് കുറയ്ക്കാനുമില്ല. അതിൽ നിന്ന് ആരെങ്കിലും കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്താൽ ശാപം വരുമെന്ന് വെളിപ്പാട് ദിവസം അവസാനം പറഞ്ഞു. ഈ വചനം നിങ്ങൾ ഭക്ഷിക്കണം, ഈ വചനം വായിക്കണം, ഈ വചനം ധ്യാനിക്കണം, ഈ വചനം ഉരുവിടണം. യെരമ്യാ പ്രവാചകൻ 15:16 വായിച്ച്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം ദൈവത്തിന് സ്തോത്രം 15:16, ഇയ്യോബ് 21:12 വായിച്ച്. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തെ നിങ്ങൾ ഭക്ഷിച്ചോ? നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ ദൈവമക്കളെ ഇന്ന്? ഹല്ലേലൂയ. വിശ്വാസം കിട്ടിയോ? വീണ്ടും ജന്മം കിട്ടിയോ? മായമില്ലാത്ത പാല് കിട്ടിയോ? ഹല്ലേലൂയ. നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് നിങ്ങൾക്ക് വിളമ്പി തന്നിരിക്കുക. അത് കഴിക്കാൻ നിങ്ങൾ ആരും പോകരുത്. നന്ദിയോടെ സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 21:12 കൂടെ വായിച്ചേ. ഞാൻ അവന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട് പിന്മാറിയിട്ടില്ല. വായിച്ചു. അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് ആത്മാവിന് ആശ്വാസമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് 119:103, മധുരമാണ് വചനം, തേനിലും തേൻകട്ടയിലും മധുരമാണ്. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവൻ തുറക്കപ്പെട്ട തിരുവായിലൂടെ ഇപ്പോൾ ഒഴുകി വരികയാണ്. കാൽവറിയിലെ ആ രക്തത്തിന്റെ ശക്തിയാണ് ഇപ്പോൾ നിങ്ങളെ മാടി വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വചനം ജഡമെടുത്ത് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തെ മുഴുവൻ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുകയാണ്. ആ സൗഖ്യം ഇപ്പോൾ വചനത്തിലൂടെ ഒഴുകി വരികയാണ്. ആ മരിച്ചു പോയവർക്ക് ഇപ്പോൾ ജീവൻ ഒഴുകി വരികയാണ്. മരിച്ചു പോയവർക്ക് ഇപ്പോൾ സൗഖ്യം ഒഴുകി. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരെല്ലാം ക്രൂശിനെ കെട്ടിപ്പിടിച്ചു, ആരെല്ലാം പാപത്തോട് യാത്ര പറയുന്നു, ആരെല്ലാം പുതിയ ജീവൻ പ്രാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുതിയ അധ്യായം തുടങ്ങുക. തീ പിടിച്ചവരായി എഴുന്നേറ്റ് പോകുക. നന്ദിയോടെ സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. സ്തോത്രം.